ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കൃപാസന മാതാവാണ് കേട്ടോ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. എനിക്ക് പെട്ടെന്ന് ഒരു കാർഡിയക് അറസ്റ്റ് വന്നു. ഞാൻ വെല്ലൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്ന വഴിക്ക് എനിക്ക് വണ്ടി വെച്ചിട്ട് കഫം കൂടി ട്രക്കോസ്റ്റമി ട്യൂബിൻ്റെ ഉള്ളിൽ കഫം കൂടിയിട്ട് എനിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടിയില്ല. ഞങ്ങൾ അടുത്തൊക്കെ പോയി നോക്കി, പക്ഷെ അവിടെയൊന്നും ഇത് വലിക്കണ സക്ഷൻ ചെയ്യണ മെഷീൻ ആക്സെപ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ശരിക്കും ബോധം പോയി. മൊത്തത്തിൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ ഞാൻ പിറ്റേ ദിവസം കാണുന്നത് ലക്ഷോർ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ICUവിൽ കിടക്കണതാണ്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്നെ മാതാവ് രക്ഷിച്ചതാണ്. അതിന് മുമ്പ് എനിക്ക് കൃപാസന മാതാവിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പം മാതാവ് ഒരിക്കലും കൈവിടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞു, അവിടെ തൃശ്ശൂരുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നീ മരിച്ചു എന്നാണ് പറഞ്ഞത്, നീ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നാണ് പറഞ്ഞതെന്ന്. പക്ഷെ അമ്മ ഒരിക്കലും അത് വിശ്വസിച്ചില്ല. അമ്മ പറയണേ മാതാവ് കൈവിടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് അവർ നെഞ്ചിലിട്ടുള്ള ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് ശ്വാസം തിരിച്ചു വന്നില്ല. പെട്ടെന്ന് എനിക്ക് ശ്വാസം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈ രണ്ടാം ജന്മം തന്നത് എൻ്റെ മാതാവാണ്, കൃപാസന മാതാവാണ്. അപ്പോൾ എനിക്ക് മാതാവിൽ അത്രയ്ക്കും വിശ്വാസമുണ്ട്. ഇനിയും എനിക്ക് ഈ വന്ന എല്ലാ രോഗവും മാതാവ് മാറ്റുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ കൃപാസന മാതാവിനെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും മാതാവ് ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. അപ്പോൾ നമുക്ക് എന്തൊരു പ്രശ്നമാണ്, സുഖമില്ലായ്മയോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദുശക്തികളെന്നൊക്കെ പറയുമല്ലോ ആൾക്കാർ, അങ്ങനെ എന്ത് വന്നാലും മാതാവിൻ്റെ പ്രകാശം നിങ്ങളുടെ വീട്ടിലുണ്ടാവും. നിങ്ങളുടെ സന്തോഷത്തിൽ ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അപ്പം നിങ്ങളും വിശ്വസിക്കണം. ഞാൻ ഫോഴ്സ് ചെയ്യണില്ല, നിങ്ങളൊന്ന് വിശ്വസിച്ച് നോക്ക്, നിങ്ങളുടെ ജീവിതം തന്നെ മാറും. എനിക്ക് കൃപാസന മാതാവിൽ അത്രയ്ക്കും വിശ്വാസമാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നേ. താങ്ക് യു.